ഹലോ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആർക്കും ക്ഷേത്രത്തിനെക്കുറിച്ച് വലിയ അറിവുമില്ല, പിന്നെ ആർക്കും അങ്ങനെ അറിയില്ല. ഇങ്ങനെ ഒരു നല്ല ശക്തിയുള്ള ദൈവമാണ്. പിന്നെ ഒരു കുടുംബക്കാർ കൊണ്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്, ഒരു അമ്മേന്റെ ദേവി ക്ഷേത്രമാണ്. ഇപ്പൊ അവിടെ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു അമ്മമ്മയാണ് അത് പരിപാലിച്ച് വിളക്കെല്ലാം കത്തിച്ചിട്ട് കൊണ്ട് നടക്കുന്നത്. പിന്നെ കുറച്ചു കാലം ആയിട്ട് അവര് പിന്നെ പൊങ്കാല ഇടലും അങ്ങനെയുള്ള കൊല്ലത്തില് ഒരു ദിവസം പൊങ്കാലയും ഉത്സവം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ആർക്കും അങ്ങനെ അറിയില്ല. അതെ, അങ്ങനെ അറിയില്ല. പിന്നെ നമ്മളെ വീട്ടിന്റെ മുകളിൽ റബ്ബറാണ്, അതിന്റെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. അതൊരു പഴയ വീടായിരുന്നു, പിന്നെ തറവാട്. അപ്പൊ അത് പൊളിച്ചിട്ട് അവര് ചെറിയൊരു ക്ഷേത്രമാക്കി മാറ്റിയിട്ട് ആണ് ഇപ്പൊ അവിടെ ഉള്ളത്. പിന്നെ ഇന്ന് നമ്മളൊന്ന് കുറച്ച് നാളെ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് പോക്കുണ്ട്, നമ്മളെ അടുത്താണല്ലോ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു മോളോടൊന്ന് നമുക്ക് അവിടെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ നാട്ടിൽ തന്നെ കുറെ അറിയാത്തവരിലുണ്ടാവും. അപ്പൊ അവർക്ക് ഈ വീഡിയോ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. അടുത്ത വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു കേട്ടോ. റബ്ബറിലൂട്ടിയാണേ പോകേണ്ടത്. ഇപ്പോൾ കാടെല്ലാം വഴക്കിയിട്ടുണ്ടല്ലേ. ഇത് ടാപ്പ് ചെയ്യുന്നോണ്ട് അങ്ങനെ കാടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ കുന്ന് കയറാനുണ്ട്. ഈ റബ്ബർ കഴിഞ്ഞിട്ടാൽ അതിൻ്റെ മേലെ ഒരു റബ്ബർ തോട്ടം കൂടി കഴിഞ്ഞാലാണ് അവരെ വീടെത്തുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഈ കുന്ന് കയറിക്കൊണ്ടിരിക്കലാണ്. ഇതെന്നാണ് ഷീറ്റ് അടിക്കുന്ന ഒരു പിന്നെ ഷീറ്റെല്ലാം കൊണ്ടുവരുന്ന ഒരു മിഷൻ പൊരയാണ്. മിഷനില്ല, പൊര മാത്രമേ ഉള്ളൂ. അപ്പം ഇതാ ഈ കുന്ന് കയറണം കേട്ടാ. ഈ കുന്ന് കയറി ശീലമില്ലാത്തോണ്ട് എനിക്ക് തോന്നി ഈ കുന്നും പ്രദേശത്താണ് ഈ പിന്നെ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാവുകയെന്നുള്ളതിന് ഒരു. അതെ, നമ്മൾ പാവന്നൂർ അമ്പലമാണെങ്കിൽ കുറേ സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. ഞാൻ ഒരിക്കൽ പാവന്നൂർ അമ്പലത്തിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ഒരുപാട് സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരും വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കയറി പകുതിയായി തളർന്നു. പകുതി കയറി, ഇനി പകുതിയും കൂടി കയറാനുണ്ട് കുന്ന്. ഇതിങ്ങനെ ഞാൻ പറയലാണേ, ഈ അമ്പലമെല്ലാം ഇങ്ങനെ ഈ കുന്നും പ്രദേശത്ത് തന്നെയാന്ന് തോന്നുന്നു ഉണ്ടാകുന്നത് അധികവും. ഭയങ്കരമായിട്ട് കിതപ്പ് വരുന്നു. കയറി ശീലമില്ലാത്തോണ്ടാവുന്നു. വണ്ടിക്ക് തന്നെയല്ലേ പോകുന്നത് ഇപ്പോൾ. ശരിക്കും ഇങ്ങനെയല്ലേ പോവണല്ലേ. ഇനി ഏത് വഴിയാ? ഇതാ ഇങ്ങോട്ട്. അങ്ങനെ ഇതാ നമ്മൾ റബ്ബർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കട്ട് റോഡ് ഉണ്ട് കേട്ടോ. ആ റോഡിലേക്ക് പോയിന്ന്. ഇനി ഈ റോഡ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആ അമ്പലത്തും കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ നാഗപൂജയെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടോ. കൊല്ലത്തിൽ ഒരു ദിവസം ഉത്സവം ഉണ്ടാവലുണ്ട്. അന്നേരം കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകും. എന്നാലും കുറവാണ്, ആർക്കും ഇങ്ങനെ അറിയില്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നല്ല. കാരണം ഒരുപാട് ഇങ്ങനെ നടന്നിട്ടെല്ലാം പോകാനുള്ളതുകൊണ്ട് അങ്ങനെ ആരും പോകുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഈ അമ്പലത്തിലേക്ക് വരണ്ട, ഈ വീട്ടിലേക്ക് വരാനുള്ള റോഡൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പെരിയ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവര് തന്നെ കുറച്ചാള് ഇവരെ കുടുംബക്കാരനെ കൂടിയിട്ട് ആദ്യ റോഡാണ് ഇത് കേട്ടോ. ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ റോഡാക്കിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ വയസ്സായവരെല്ലാം ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ റോഡ് ഉണ്ടായാലും നല്ലതല്ലേ, അതുകൊണ്ട് ഇപ്പം ആക്കിയതാണ്. അത്രയും അതിൻ്റെ റോഡാക്കിയിട്ട് അമ്പലത്തിയില്ലേ അല്ലേ. ഒരു വീട് കിട്ടാ ഒരു കുന്നുമ്മൽ തന്നെയല്ലേ. വലിയ കുന്നല്ലേ. ഇതാണ് കേട്ടോ. അവിടെ ഒരു നീല ഷീറ്റിട്ടിട്ട് കാണുന്നില്ലേ, അതാണ്. അപ്പോൾ ഇവർ ഒരുപാട് പച്ചക്കറിയെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഇവർ പച്ചക്കറിയെല്ലാം നടുന്നതാണ്. ഇവിടെ വെള്ളമെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് ഇവർ മോട്ടർ വെച്ചിട്ട്. പിന്നെ ഇതാ ഒരുപാട് പച്ചക്കറി അതൊന്നാണ്. മത്തനല്ല അല്ലേ, വെള്ളരി നട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ കുറേ ആടുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ കണ്ടിട്ട് എത്രയാണെന്നറിയാം. ഇനിയിപ്പോ ഇളക്കലൊന്നുമില്ല, വൈകുന്നേരം ഇത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ കടിക്കും. അപ്പൊ ഇതാണ് കേട്ടാ ഇവര് താമസിക്കുന്ന വീട്. അമ്മമ്മ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട്
കയറി പോകുന്നുണ്ട് കേട്ടോ. അമ്പലം അതാണ്. ഇവർ താമസിക്കുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ ഈ വീട്ടിലാണ് കേട്ടോ. പാവം കയറാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. പിടിക്കണമോ? അതെയാ? ആ ആ നോക്കണം. ദിവസം കയറും രാവിലെ. ആ ഇവിടെ വെക്കാല്ലേ ചെരുപ്പ്? മോനാന്ന് വിളക്കെത്തിക്കാൻ വരുവാ. ആ ആ ഞാൻ രാവിലെ കയറുമല്ലോ, എനിക്ക് എല്ലാം പഠിക്കണ്ടേ. ആ ആ വേറെ അമ്മമ്മയും കൂടി ഉണ്ട് കേട്ടോ. മീൻ കയറും. ആ പിന്നെ ബൈക്ക് ഞാൻ കുളിക്കലില്ല. അതെല്ലേ? 2 നേരം കുളിക്കാൻ കഴിയുന്നില്ല, അപ്പോഴൊക്കെ തണുപ്പ് പിടിച്ചിട്ട് ആ ആ അതുകൊണ്ട് ഇപ്പൊ വൈകുന്നേരം പോകും കുളിച്ചിട്ട് കയറി. ഇതാടെ ഒരു ചെറിയ ഇത് വേണ്ട. അതാണ് കേട്ടോ അമ്പലം. സുബ്രഹ്മണ്യ സ്വാമിയാ? അതിങ്ങനെ ഒരു ദീപം വെച്ചിട്ട് സങ്കല്പിക്കും. ആ ആ അമ്പലൊന്നും ആയിട്ട് ആക്കിയിട്ടാന്ന് വെച്ചിന്. തറയല്ലേ? ആ കോറണ വന്നിട്ട് അവിടെ നിന്നു പോയില്ലേ, പിന്നെ അതാ വെച്ചെടുത്ത്. ഇവിടെ എന്തെല്ലാം ദൈവ അമ്മമ്മ ഉള്ള? ഇത് സുബ്രഹ്മണ്യ സ്വാമി, മഹാവിഷ്ണു. മഹാവിഷ്ണു? ആ ഇത് മഹാവിഷ്ണുവിന്റെ സ്ഥാനമാണ്. ആ ആ പിന്നെ രാവിലെയും വൈകുന്നേരം വിളക്ക് വെക്കലുണ്ടാവല്ലേ വന്നിട്ട്? ഓ രാവിലെയും വൈകുന്നേരം വിളക്ക് വെക്കുമായിരിക്കും. ആ മഹാവിഷ്ണു. ഇത് ഗുരുനാഥൻ. ഗുരുനാഥൻ. ആ ആ ആ ഇത് ശിവനും പാർവതി. ശിവനും പാർവതി അല്ലേ? അമ്മമ്മ കുന്നുകാരി കരച്ചു പോയാ? ഇപ്പോൾ അസുഖക്കേടാന്ന്. ഇത് മറ്റു കുഴപ്പമൊന്നും കണ്ടൊന്നും കുഴപ്പമൊന്നും ഇല്ലാതല്ലേ. ഇതെല്ലാം പറഞ്ഞിട്ട് വയസ്സാവുമ്പോ എല്ലാം അങ്ങനെ തന്നെ കുന്ന് കയറുകയും ചെയ്തില്ലേ. അത് കുഴപ്പം. അതെ നോക്കണ്ട നടക്ക. ഇപ്പൊ എന്തെല്ലാം ഇവിടെ ചെയ്യല് തെച്ചു വെച്ച് ഈ കൊല്ലത്തിലെന്നാ? ഇവിടെ പിന്നെ മാസത്തിൽ പൂജ കഴിക്കും. മാസപൂജ കഴിക്കും അല്ലേ? മാസപൂജ കഴിക്കും. പിന്നെ വാർഷികത്തിന് 3 ദിവസത്തെ പൂജ ഇപ്പൊ കഴിക്കല്. ആ വാർഷികത്തിന് ഒരു കൊല്ലത്തിൽ ഒരുക്കാം. ഒരു വെള്ളത്തിലൊരിക്കാം. അതെന്തെല്ലാം പൂജ അങ്ങനെ? അതിപ്പോ ഭാസ്കരൻ അത് ബംഗളൂരിന്ന് കൊറേ ദൂരെയാവൂല്ലോ. ഓ അങ്ങനെ എല്ലാരും പൂജയും കഴിക്കും. പിന്നെ അത് ഇതെല്ലാം അടയെല്ലാം വീടുന്നെല്ലാം ചെയ്യും. ലാസ്റ്റിൽ ഇടിയാൻ ചെയ്യാം. ദിവസം പൂജ കഴിക്കും, ദിവസം നിവേദ്യം വെക്കും പൂജക്ക്. അതെല്ലാം തെച്ചു. ഇപ്പം തെച്ചു വെച്ച് തന്നെ നിങ്ങൾ തന്നെ? ഇപ്പൊ ഞാൻ രാവിലെ വരും, വൈകുന്നേരം കയറിയിട്ട് വിളക്കെത്തിക്കും. പിന്നെ മാസത്തിലെല്ലാവർക്കും പൂജ കൊടുക്കും. നിവേദ്യം വെച്ചിട്ട് പാൽപ്പായസം വെക്കും, പിന്നെ കടുപ്പായസം വെക്കും. രണ്ടും വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. നമ്മളെല്ലാരും വരുത്തുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെ ലാസ്റ്റ് ദിവസം പൊങ്കാല വെക്കും. ആ ദിവസം മനസ്സിലെപ്പം ചിന്തിക്കുക കേട്ടാ. ആയിക്കോട്ടെ വിശേഷാവട്ടെ, ആയിക്കോട്ടെ ഒരു പൊങ്കാല വെക്കാം. ആയിക്കോട്ടെ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. വിശേഷാവണ്ടേ? അതെ അതെ അതും വേണ്ടേ. ഒരു പൊങ്കാല വെക്കാൻ വേണ്ടി മനസ്സിലെപ്പം. എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കണ്ടുപിടിച്ചത്? കൊറേ കൊല്ലായി ഇത് ഇവിടെ ഒരു ശക്തി മുമ്പേ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് അറിയില്ല, മനോജിന്റെ ഭാര്യ നമ്മളറിയുന്നില്ല ഇവിടെ ശക്തി ഉള്ളത്. അപ്പൊ പിന്നീട് നമ്മളോട് വന്ന് പറഞ്ഞു ഇങ്ങനെ. നമ്മള് മുമ്പിൽ വന്നപ്പോ നമ്മൾ പേടിച്ച് ഓടുന്നു. അപ്പോൾ ഒരാൾ സന്യാസി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ട്. ഞാൻ ഇവിടെ പലവട്ടം മായയിൽ വന്നു, നിങ്ങൾ പേടിച്ച് ഓടി. അപ്പോൾ ഞാൻ മനുഷ്യ രൂപത്തിൽ ഇപ്പം വന്നിട്ട് നിങ്ങളോട് കാര്യം പറഞ്ഞു തരുന്നു പറഞ്ഞിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള കഥകൾ നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. നമ്മളെ കുടുംബത്തിലെ അംഗത്തിൻ്റെ പേര്, അവരുടെ വയസ്സ്,
അവരെ ഓരോ അച്ഛൻ അമ്മ പിന്നെ അച്ഛൻ്റെ അനിയന്മാർ ഇങ്ങനെയുള്ള എല്ലാവരെ വീട്ടിലുള്ള ഓരോരാളെ എണ്ണവും കാര്യം എല്ലാം പറഞ്ഞു തന്ന് അപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിളക്ക് എനിക്ക് വേണം, എന്നാലും നിങ്ങളെ കുറേ വയർന്ന് മുമ്പോട്ട് പോകാൻ പറ്റുമോ, എനിക്ക് സ്ഥിരം ഒരു വിളക്ക് വേണമെന്നുണ്ട്. അങ്ങനെ ഒരു വിളക്കാട് വെച്ചു കൊടുത്തു. അതിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ വന്ന് ആദ്യം എവിടെയല്ലായിരുന്നു അല്ലെ? ആടെയല്ലായിരുന്നു വീട്, പണ്ടത്തെ വീട് തറവാടില്ലേനു അവിടെ? അന്ന് നീക്കി മോന് തേച്ച് ഇങ്ങനെ നീക്കി. അപ്പോൾ ഈ സ്ഥലം അതിൻ്റെ പറയുമ്പോൾ നിങ്ങളെ അടുത്തുണ്ടല്ലോ ഗുരു, പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങി വരുന്നത്. ഈ തലശ്ശേരിന്ന് ഇടയ്ക്ക് രണ്ടുപേര് വന്നേ. അപ്പൊ രണ്ടുപേരും വന്നിട്ട് അവര് കുറെ കൊല്ലം അവര് രാശി വെച്ചിട്ട് കുറെ സ്ഥലങ്ങൾ കറങ്ങുന്നത് ഈ സ്ഥലം കാണണ്ടേ. ഇത് അങ്ങനെ അറിഞ്ഞിട്ടിട്ടുണ്ടാവില്ല. അല്ല അവർക്ക് ഇവിടെ എന്താ അറിയില്ല. അപ്പൊ അവരോട് പറഞ്ഞ വെച്ചാല് താഴെ കൃഷിഭൂമിയുണ്ട്, കൃഷിഭൂമിന്റെ അപ്പുറത്ത് പുഴയുണ്ട്, പുഴേന്റെ മുകളിൽ ഒരു വലിയ മലയുണ്ട്, മലേന്റെ മുകളിൽ പൂജയും കാര്യം ചെയ്യുന്നത് അവിടെ സ്ത്രീകളാണ് ചെയ്യുന്നത്, പ്രായമുള്ളവരാണ് ചെയ്യുന്നത് രാശിക്കാരൻ പറഞ്ഞു. എന്നിട്ട് അവര് പരിധി പിടിച്ച് വിടുന്നു. അപ്പൊ അവരെ കാര്യം ഇപ്പൊ അറിയപ്പെടുന്നുണ്ട് അല്ലെ, കുടുംബക്കാരായാലും എന്നുവെച്ചാല് അത് എന്തെന്നാ അറിയില്ല. അവര് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് അവരെ കാര്യം ഇതാക്കി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി. ശരിക്കും അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വയസ്സായ 2 പേരാണ് അവിടെ നിൽക്കുന്നത്. അവര് ഒരാളെ മോനും മോന്റെ ഭാര്യയും ഒരു മോനും ഉണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അവര്. പിന്നെ മാസം പൂജയാവാനാകുമ്പോ പരുന്ത് പറക്കും, ഗരുഡൻ വന്നിട്ട് മേലേക്ക് പറക്കുന്ന പറഞ്ഞ്. ഒരുപാട് ദിക്കുന്നെല്ലാം ആൾക്കാർ അറിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ജോലിക്ക് തടസ്സമുള്ളവര് അങ്ങനെ പറയുന്നു. കല്യാണം ശരിയാകാത്തവരും എല്ലാം വന്നിട്ട് പിന്നെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അല്ലേ, നമ്മളെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളെ ഇത്രയും അടുത്തുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിട്ട് അതൊന്ന് നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.